2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോശം ഫോമിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിയെ തകർത്ത് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. കൊച്ചിയിൽ നടന്ന കളിയിൽ മറുപടിയില്ലാത്ത 3 ഗോൾ ജയമാണ് മഞ്ഞപ്പട നേടിയത്. ടീമിന്റെ പ്രധാന താരങ്ങളെല്ലാം ഫോമിലേക്ക് തിരിച്ചെത്തി എന്നതാണ് ചെന്നൈയിനെതിരായ കളിക്ക് ശേഷം മഞ്ഞപ്പട ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. ഫോം കണ്ടെത്താൻ കഷ്ടപ്പെട്ടിരുന്ന ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും കഴിഞ്ഞ കളിയിൽ മൈതാനം നിറഞ്ഞു കളിച്ചിരുന്നു. ഇപ്പോഴത്തെ ഫോമിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇക്കുറിയും ടീമിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകരുമുള്ളത്. FC ഗോവയ്ക്കെതിരെയാണ് ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരാനിരിക്കുന്നത്. അതിനു മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ ടീമിനുള്ളിലെ രസകരമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ലൂണ. അച്ചടക്കം ഫുട്ബോളിൽ വളരെ പ്രധാനമാണ്. ഇതൊരു കളിക്കാരനെ കൂടുതൽ പ്രൊഫഷണൽ ആക്കുന്നുണ്ട്. കളിക്കാർ അച്ചടക്കമുള്ളവരാകുന്നതിന് ബ്ലാസ്റ്റേഴ്സ് ടീമിനുള്ളിൽ ചില ഫൈനുകൾ ഉണ്ടെന്നും അത് എന്തിനൊക്കെയാണെന്നുമാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളിലെ ഫൈനുകളെ കുറിച്ചാണ് ലൂണ പറയുന്നത്. ഇതിൽ ഒന്നാമത്തേത് പരിശീലന സമയത്തും ടീം ബസ് പുറപ്പെടുന്ന സമയത്തും വൈകി എത്തുന്നവർ പിഴ ഒടുക്കേണ്ടതുണ്ട് എന്നതാണ്. ടീം മീറ്റിംഗിന്റെ സമയത്ത് ആരുടെയെങ്കിലും ഫോൺ ബെല്ലടിക്കുകയാണെങ്കിൽ അവർക്കും ഫൈൻ കിട്ടും. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ടീമിന്റെ ക്യാപ്റ്റൻ ലൂണ തന്നെയാണ്. ഈ പിഴ ശിക്ഷ രസകരമാണെന്നും ഇത് താരങ്ങളെ കൂടുതൽ പ്രൊഫഷണലാക്കാൻ സഹായിക്കും എന്നുമാണ് ലൂണയുടെ പക്ഷം. ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കൂടുതൽ പിഴശിക്ഷ ലഭിച്ചത് ഏത് താരത്തിനാണെന്ന ചോദ്യത്തിന് താൻ അയാളുടെ പേര് പറയില്ലെന്നും എന്നാൽ അദ്ദേഹം 77-ാം നമ്പർ ജേഴ്സിയാണ് ധരിക്കുന്നത് എന്നുമാണ് ലൂണ തമാശ രൂപേണ പറഞ്ഞത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ 77-ാം നമ്പർ ജേഴ്സിയുടെ അവകാശി മൊറോക്കൻ വിങ്ങർ നോഹ സദയിയാണ്. മഞ്ഞപ്പടയിൽ ഏറ്റവും കൂടുതൽ ഫൈനുകൾ ലഭിച്ച താരം സദയിയാണെന്ന് ചുരുക്കം. കേരളത്തിലെ ആരാധകരെ താൻ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും ഇവിടെ എത്തിയതു മുതൽ മഞ്ഞപ്പട ആരാധകർ തനിക്ക് നൽകുന്ന സ്നേഹവും ബഹുമാനവും വിലമതിക്കാനാവാത്തതാണെന്നും ഇതിനോടൊപ്പം അഡ്രിയാൻ ലൂണ പറയുന്നുണ്ട്. കേരളത്തിലെ ആരാധകർ തനിക്കെല്ലാം നൽകുന്നുണ്ടെന്നും പിച്ചിൽ അവർക്കത് തിരിച്ചു നൽകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ലൂണ വ്യക്തമാക്കുന്നു. ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ താൻ വളരെയധികം സന്തുഷ്ടനാണെന്നും ഏറെ നാൾ ഇവിടെ തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലൂണ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2021-22 സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന ലൂണ അന്ന് തൊട്ട് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്. നിലവിൽ 2027 വരെയാണ് ലൂണയ്ക്ക് മഞ്ഞപ്പടയുമായി കരാറുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ മികച്ച റെക്കോർഡാണ് 32-കാരനായ ലൂണയ്ക്കുള്ളത്. 68 കളികളിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞ ലൂണ 15 ഗോളുകൾ നേടിയതിനൊപ്പം 22 അസിസ്റ്റുകളും നൽകിയിട്ടുണ്ട്. 2024-25 സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആകെ 7 കളികളിലാണ് ലൂണ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞത്. ഇതിൽ തന്നെ 2 അസിസ്റ്റുകൾ അദ്ദേഹത്തിനുണ്ട്.